സ്നേഹമുള്ളവരെ, സന്യാസ ജീവിതത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന 3 സിസ്റ്റേഴ്സാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. ഞാൻ സിസ്റ്റർ പാവന, സിസ്റ്റർ പാട്രിക്, സിസ്റ്റർ സുനിത. നിങ്ങളുടെ മുഖത്തെല്ലാം വളരെ സന്തോഷമാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. 50 വർഷം പിന്നിട്ടതിൻ്റെ വലിയ ആത്മസംതൃപ്തിയും. ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം ഒന്ന് പറയാമോ? ഞങ്ങളുടെ തീക്ഷ്ണമായ ഒരാഗ്രഹമായിരുന്നു സന്യാസം. ആ സന്യാസത്തിലേക്ക് ദൈവം വിളിച്ചപ്പോൾ ദൈവം ഞങ്ങളെ നടത്തിയ വഴികൾ, ദൈവം തന്ന കരുതൽ, തലോടൽ, സ്നേഹം, ഇതെല്ലാം ഞങ്ങളെ ആനന്ദത്തിൻ്റെ നിർവൃതിയിലേക്ക് നയിക്കുകയായിരുന്നു. സിസ്റ്റേഴ്സ്, നിങ്ങളുടെ ജീവിതത്തിൽ, സമർപ്പണ ജീവിതത്തിൽ നിങ്ങളെ സ്വാധീനിച്ച ഒരു ദൈവവചനം ഞങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് സാധിക്കും? വരുവിൻ നമുക്ക് രമിതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടിഞ്ഞുമപ്പാണെങ്കിലും മഞ്ഞിപ്പൊഴിഞ്ഞ വെന്മുള്ളതാക്കും. എനിക്ക് എപ്പോഴും ആശ്വാസം നൽകിയിരുന്നത് യോഹന്നാൻ 1:14, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. പാവന സിസ്റ്ററിന് ഏതെങ്കിലും ഒരു വചനം പറയാൻ പറ്റുമോ? എൻ്റെ ജീവിതത്തിൽ ഒറ്റ വിളിയാണ് ദൈവം, എന്നെ അനുഗമിക്കുക. ആ വിളിയോട് ചേർന്ന് ഞാൻ എൻ്റെ ജീവിതാന്തസ് തിരഞ്ഞെടുക്കുകയായിരുന്നു. അതിൽ നിന്ന് ഞാൻ പിന്നോക്കം പോയിട്ടില്ല, പോകാൻ ഇടവന്നിട്ടില്ല. ദൈവം എന്നെ ഉള്ളംകൈയിൽ താങ്ങി നിർത്തിയായിരുന്നു. ഉള്ളംകൈയിൽ താങ്ങി നിർത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ പറ്റിയാണ് പാവന സിസ്റ്റർ പറഞ്ഞത്. നമ്മുടെ സന്യാസിനി സമൂഹത്തിൻ്റെ സ്ഥാപകനായ ധന്യൻ അഗസ്റ്റിൻ ജോൺ മൂക്കനച്ചൻ നമുക്കെല്ലാവർക്കും ഒരു വലിയൊരു വികാരം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ സന്യാസ ജീവിതത്തിൻ്റെ 50ാം വാർഷികം നിങ്ങൾ ആഘോഷിക്കുമ്പോൾ നിങ്ങളുടെ അനുഭവം കേൾക്കാൻ ഞങ്ങൾക്ക് വലിയ ആകാംക്ഷയാണ്. നിങ്ങൾക്ക് സ്ഥാപക പിതാവിനോടുള്ള ആ ഒരു സ്നേഹത്തെക്കുറിച്ച് ഞങ്ങൾ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്നേഹിക്കലാണ് നിങ്ങളുടെ ജോലി, സ്നേഹത്തിൽ നിങ്ങളെ ആരും പിന്നിലാക്കാതിരിക്കട്ടെ എന്ന ആപ്തവാക്യം ഞാൻ ഈ സന്യാസ ഭവനത്തിൽ വന്നപ്പോൾ ഞാൻ എഴുതി വച്ചിരിക്കുന്നത് കണ്ടു. ആ സ്നേഹം എന്നെ മുന്നോട്ട് നയിക്കുകയാണ്. അപ്പോൾ സ്ഥാപകനാഥൻ്റെ വാക്യമാണ് എന്ന് അവിടെയുള്ളവർ പറഞ്ഞു തന്നു. സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ ഈ സ്നേഹം നമ്മെ ആഴത്തിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ ലോകത്തിന് തന്നെ ഒരു മാതൃകയായിരിക്കുമെന്ന് എനിക്കും തോന്നി. ആ സ്നേഹത്തിന് വേണ്ടി ജ്വലിക്കുവാൻ ഒരാഗ്രഹം എനിക്കുണ്ടായി. ഞങ്ങളുമായി ബന്ധപ്പെടുന്ന പലരും ഈ ആപ്തവാക്യം കാണുമ്പോൾ നിങ്ങളുടെ ഈ സ്ഥലത്ത് വരുമ്പോൾ ഈ വാക്യം അന്വർത്ഥമാകുന്നതായി ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുവെന്ന് പലരും ഞങ്ങളോട് പറയാറുണ്ട്. അങ്ങനെ സ്ഥാപകനാഥൻ്റെ കാലടിപ്പാടുകളെ പിഞ്ചെന്നുകൊണ്ട് സ്നേഹത്തിൻ്റെ ഒരു രാജാളി പക്ഷിയെ പറക്കുവാൻ ഞാനും ആഗ്രഹിക്കുന്നു. പലപ്പോഴും എന്നെ സ്പർശിച്ചിട്ടുള്ള ഒരു സ്ഥാപക സൂക്തമായിരുന്നു ഇത്. സ്നേഹിക്കുകയാണ് നിങ്ങളുടെ ജോലി, സ്നേഹത്തിൽ നിങ്ങളെ ആരും പിന്നിലാക്കാതിരിക്കട്ടെ. തീർച്ചയായിട്ടും സ്നേഹിക്കാൻ വലിയൊരു പ്രചോദനമാണ് ഈ സ്ഥാപക സൂക്തം. സന്യാസ ജീവിതത്തിൽ നിങ്ങൾ 50ാം വാർഷികം ആഘോഷിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇളം തലമുറയോട് നിങ്ങൾക്ക് പറയാനുള്ള ഉപദേശം എന്താണെന്ന് അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. സ്ഥാപക പിതാവിൻ്റെ മാതാപിതാക്കൾ ചെറിയ പ്രായത്തിൽ തന്നെ വിട പറഞ്ഞപ്പോൾ ആ സ്ഥാപക പിതാവിൻ്റെ മനസ്സിൽ വളരെയധികം വേദനയും ദുഃഖവും ഉണ്ടായിട്ടുണ്ട്. കാരണം എനിക്ക് ആരും ഇല്ലല്ലോ എന്നുള്ളൊരു മനോവേദന എപ്പോഴും സ്ഥാപക പിതാവിനും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്ഥാപക പിതാവ് ഈശോയെ കെട്ടിപ്പിടിച്ച് ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതും അമ്മയ്ക്ക് പകരം മാതാവിനെ സ്വന്തം അമ്മയായി കരുതി എപ്പോഴും ഏത് സമയത്തും എവിടെ ഇറങ്ങി ചെല്ലുമ്പോഴും മാതാവേ ഈശോയെ എന്നെ സഹായിക്കണമേ എന്ന് പറയുന്നത്. അങ്ങനെ ആ സ്നേഹം, മാതാവിനോടും ഈശോയോടുള്ള സ്നേഹം സ്ഥാപക പിതാവിൽ വർദ്ധിച്ചു വന്നു. അതുകൊണ്ടാണ് സ്ഥാപക പിതാവ് ചെയ്ത എല്ലാ പ്രവർത്തന മേഖലകളിലും ദൈവം എല്ലാ കാര്യങ്ങളും നടത്തി തരുമെന്ന് ഉറപ്പിച്ചു പറയുന്നത്. ഓക്കെ, സിസ്റ്റർ നമ്മളോട് പങ്കുവച്ചതുപോലെ തിരുക്കുടുംബത്തോട് ചേർന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു ജീവിതശൈലിയാണ് സിസ്റ്റർ പറഞ്ഞത്. ഞാനും പലപ്പോഴും തിരുക്കുടുംബത്തെ ഓർക്കുമ്പോൾ വിശുദ്ധ ഔസേപ്പിതാവിനെയും മാതാവിനെയും ഉണ്ണീശോയെയും ഓർത്ത് വിളിക്കുന്ന സമയത്ത് അവരവിടെ ഉള്ള ഒരു സാന്നിധ്യം പലപ്പോഴും അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സിസ്റ്റർ പറഞ്ഞ പോലെ ഔസേപ്പിതാവിനോടും മാതാവിനോടും ചേർന്ന് ജീവിക്കാൻ ഇളം തലമുറയ്ക്ക് സിസ്റ്റർ വലിയൊരു പ്രചോദനമാണ് ഇപ്പോൾ നമുക്ക് പറഞ്ഞു തന്നത്.
14 പേരാണ് നിങ്ങളിപ്പോൾ ജൂബിലി ആഘോഷിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ബാച്ചിനെ കുറിച്ചിട്ട് എന്തെങ്കിലും സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് സാധിക്കും? ഞങ്ങളുടെ ബാച്ചുകാർ ആദ്യം മുതൽ ഒത്തിരി പേര് പുറത്തായിരുന്നു, വിദേശത്ത് പോയിരുന്നതുകൊണ്ട് കൂട്ടിയോജിക്കൽ കുറവായിരുന്നു. ഇപ്പോൾ ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു 5-6 വർഷമായിട്ടുള്ള സന്തോഷം, ഏറ്റവും അധികം സന്തോഷം വരുന്നത് ഞങ്ങൾ ഒന്നിച്ചു കൂടുന്ന അവസരങ്ങൾ. ബാച്ച് പിക്നിക്ക് ആ ദിവസം ഞങ്ങൾ ഒത്തിരി ഈ കഴിഞ്ഞ വർഷങ്ങളുടെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യും. ഒത്തിരി സന്തോഷമായിട്ട് ഞങ്ങൾ തിരിച്ചു പോയിരുന്നു. ഒരു വർഷകാലത്തെ ഒരു എനർജി അതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. സന്യസ്ത ജീവിതത്തിൽ നമുക്ക് ഒത്തിരിയേറെ ഉത്തരവാദിത്തങ്ങളും ശുശ്രൂഷകളും ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ ജീവിതത്തിൽ നിങ്ങൾ ഏതൊക്കെ പ്രേക്ഷിത മേഖലകളിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത്? ഞാൻ അധ്യാപികയായിട്ടാണ് സന്യാസത്തിൽ പ്രവേശിക്കുന്നത്. ഓരോ കുട്ടികളെയും അറിവ് ചൊല്ലിക്കൊടുക്കുന്നതോടൊപ്പം അവരുടെ കുടുംബങ്ങളെക്കുറിച്ച് അറിയുക, അവരുടെ കുടുംബങ്ങൾ സന്ദർശിക്കുക. എപ്പോഴും പറയുമായിരുന്നു, സിസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ വന്നു, സിസ്റ്റർ ഞങ്ങളെ അറിയും. അവർക്ക് വളരെ താല്പര്യമായിരുന്നു ഞങ്ങൾ ചെല്ലുന്നതും അവരെ കാണുന്നതും അവരോട് സംസാരിക്കുന്നതും. ഒരു വീട്ടിലെ അംഗം പോലെയായിരുന്നു ഞങ്ങളോട്. ഇപ്പം ഇന്നത്തെ കാലത്തൊക്കെ കുടുംബ സന്ദർശനങ്ങൾ കുറഞ്ഞു എന്ന് പരാതിപ്പെടുമ്പോഴും ഞങ്ങളുടെ അന്നത്തെ കാലത്തെ അനുസ്മരണം ഇന്നും ഞങ്ങളുടെ കുട്ടികളും ഞങ്ങളുടെ ആ കുടുംബങ്ങളും ഒക്കെ പറയാറുണ്ട്. സ്ഥാപിതാവ് പറഞ്ഞതുപോലെ നിങ്ങൾ അറിയാത്തവരെ നിങ്ങളുടെ ചുറ്റും ആരും ഉണ്ടായിരിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യ ബോധം ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ കുടുംബ പ്രേക്ഷിത മേഖല എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ പ്രേക്ഷിത മേഖലയിലൂടെ എല്ലാവരുമായി ബന്ധപ്പെടുവാനും എല്ലാവരിലേക്കും ദൈവത്തെ എത്തിക്കുവാനും കുറേയൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും ഈ സന്ദർശനങ്ങൾ നിർത്താതെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് എൻ്റെ ആഗ്രഹം. ഭവന സന്ദർശനത്തെ കുറിച്ചിട്ടാണ് പാവന സിസ്റ്റർ നമ്മളോട് പറഞ്ഞത്. തീർച്ചയായും സിസ്റ്റർ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. ഒരു വിദ്യാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ എനിക്കും അത് പറയാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ വീട്ടിൽ ചെന്ന് കുട്ടികളെ അറിഞ്ഞു കഴിയുമ്പോഴാണ് അവരോട് കുറച്ചുകൂടി ഹൃദ്യമായിട്ട് നമുക്ക് ഇടപെടാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സന്യാസ ജീവിതത്തിൽ കുടുംബ പ്രേക്ഷിതത്വം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പാവന സിസ്റ്ററെ, താങ്ക് യു. പാട്രിക് സിസ്റ്റർ ഏത് രംഗത്തായിരുന്നു ശുശ്രൂഷ ചെയ്തത്? ഞാൻ ആതുര ശുശ്രൂഷ മേഖലകളിലായിരുന്നു ശുശ്രൂഷ ചെയ്തത് തോന്നി. ഒരു ദിവസം ഒരു അമ്മ ഒരു 9 വയസ്സായ ഒരു പെങ്കൊച്ചിനെ ഇങ്ങനെ പഴുത്തിട്ട് കൊണ്ടുവന്നപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് തന്നെ അത് തൊടാൻ പേടി. ഞാൻ പറഞ്ഞു, നാളെ കൊണ്ടുപോയി നിങ്ങൾ ഡോക്ടറെ കാണിക്കും, ഡോക്ടറെ കാണിച്ചിട്ട്, അതായത് ഇവിടെ വരുന്ന ഡോക്ടറെ കാണിച്ചോളൂ, ഡോക്ടറെ കാണിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നോ, ഞാൻ വേണ്ടതൊക്കെ ചെയ്തു തരാമെന്ന്. ഞാൻ വെറുതെ ഒരു മരുന്ന് വെച്ച് കെട്ടി അവരെ വീട്ടിൽ വിട്ടു. വീട്ടിൽ വേറൊന്നും ചെയ്തില്ല. അർദ്ധരാത്രിയായപ്പോൾ അവർ അമ്മ കാല് മുറുകെ അഴിച്ചു നോക്കിയപ്പോൾ പകുതി ഉണങ്ങിയിരിക്കുന്നതായി അവർക്ക് അനുഭവപ്പെടുകയും ചെയ്തു. എടുത്തുകൊണ്ട് വന്ന കൊച്ച് പിറ്റേ ദിവസം നടന്നു വരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ? സിസ്റ്റർ അത് ഉണങ്ങിയിരിക്കുന്നു എന്നവർ പറയുകയും ചെയ്തു. അപ്പോൾ എനിക്ക് വലിയൊരു അനുഭവമായി. കാരണം മുറിവ് ഞാൻ വിചാരിച്ചു ഞാനെന്തെങ്കിലും ചെയ്തിട്ട് എന്തെങ്കിലും കൊച്ചിന് വന്നാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ അമ്മ പറയാണ്, രാത്രി തന്നെ ഞങ്ങൾ മുറിവ് അഴിച്ചു നോക്കി. അപ്പോൾ പകുതി ഉണങ്ങി സിസ്റ്റർ. പിറ്റേ ദിവസം തലേ ദിവസം എടുത്തുകൊണ്ടുവന്ന കുട്ടിയെ നടന്നു വരുന്ന അനുഭവം. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. കാരണം ദൈവത്തെ വിളിക്കുന്നിടത്തും മാതാവിനെ വിളിക്കുന്നിടത്തും അവർ കൂടെ വന്ന് നമ്മോട് പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു ബോധ്യം എനിക്ക് കിട്ടി. ഈ എളിയവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന ക്രിസ്തുവിൻ്റെ വചനം പാട്രിക് സിസ്റ്റർ തൻ്റെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുകയായിരുന്നു. ഇതുപോലെ പ്രാർത്ഥന കൂടിക്കലർത്തിക്കൊണ്ട് നമ്മുടെ പ്രേക്ഷിത രംഗങ്ങളിൽ നാം ശുശ്രൂഷിക്കുമ്പോഴാണ് മനുഷ്യർക്ക് നമ്മുടെ മുഖം ദൈവത്തിൻ്റെ മുഖമായി മാറുന്നത്. പാട്രിക് സിസ്റ്ററിൻ്റെ നല്ല വാക്കുകൾക്ക് നന്ദി. സുനിത സിസ്റ്ററിൻ്റെ പ്രേക്ഷിത രംഗത്തെക്കുറിച്ച് ഇനി നമുക്ക് കേൾക്കാം. ഞാൻ ചെറുപ്പത്തിലേ മുതൽ യൂറോപ്പിൽ പോയി ഒരു യൂറോപ്യൻ മിഷണറി ആയിട്ടാണ് ഞാൻ ജോലി ചെയ്തത്. അവിടെ വെച്ച് പഠനം കഴിഞ്ഞു സ്വന്തമായി ഓരോ വാർഡുകളിൽ ജോലി ചെയ്തു തുടങ്ങിയപ്പോൾ രാത്രി വേളകളിൽ ഡ്യൂട്ടി കഴിഞ്ഞ് പോരുന്നതിന് മുമ്പ് ഞാൻ ശുശ്രൂഷിച്ച, ഞാൻ മരുന്ന് കൊടുത്ത എല്ലാ രോഗികളെയും പോയി നോക്കുക എൻ്റെ ഒരു പതിവായിരുന്നു. എന്നിട്ട് പ്രാർത്ഥിച്ച്, എന്നിട്ട് ഒരു കുരിശൊക്കെ വരച്ച്
പോരുമ്പോൾ അവരുടെ ആ പ്രാർത്ഥന, അവരെല്ലാം യൂറോപ്പിൽ ക്രിസ്ത്യൻസ് ആണല്ലോ, അവരുടെ പ്രാർത്ഥന ഇപ്പോഴും വളരെ ഹൃദയസ്പർശരാണ്. അവരുടെ പ്രാർത്ഥനയിൽ എനിക്ക് ആ ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധം മനസ്സിലാകുന്നത് അത്ര ഡീപ്പാണ് അവരുടെ പ്രാർത്ഥനയായിരുന്നത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമൊക്കെ അവരുടെ അടുത്ത് വീണ്ടും ഞാൻ സുഖമായിട്ട് ഉറങ്ങിയെന്നൊക്കെ ചോദിച്ച് കടന്നു വരുമ്പോൾ അവർ പറയും, സിസ്റ്റർ പ്രാർത്ഥിച്ച് എൻ്റെ അടുത്ത് വന്നു പോയതിന് ശേഷം ശാന്തമായിരുന്നു, എനിക്ക് സുഖമായി ഉറങ്ങാൻ പറ്റി എന്ന് പറഞ്ഞു. ഒരു ദിവസം കഴിഞ്ഞ് ലീവ് എടുത്ത് കഴിഞ്ഞാൽ അത് അവർക്ക് മനസ്സിലാക്കുക. അവർ സിസ്റ്റർ ഇന്നലെ വന്നില്ലല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ എൻ്റെ പ്രേക്ഷിത മേഖലയിൽ എനിക്ക് സന്തോഷമായിരുന്നു. ഇനിയും തുടർന്ന് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് നമ്മുടെ ഒളനാടുള്ള സൈക്കാട്രി പേഷ്യൻസാണ്. അവരുടെ അടുത്തും അവരെ സ്നേഹം കൊണ്ട് കൈക്കലെടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സുനിത സിസ്റ്റർ പ്രാർത്ഥനയും അതുപോലെ സ്നേഹവും അനുരഞ്ജനവും ഒക്കെ കൂടി ചേർത്തിട്ടാണ് രോഗികളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നത്. അങ്ങനെ ഒരു ക്രിസ്തു സാന്നിധ്യമായി മാറാൻ സുനിത സിസ്റ്ററിൻ്റെ ജീവിതത്തിലും സാധിച്ചു. തീർച്ചയായിട്ടും ഇവർ 3 പേരും അവരുടെ പ്രേക്ഷിത രംഗങ്ങൾ പങ്കുവച്ചപ്പോൾ വലിയൊരു പ്രചോദനം, ഒരു സമർപ്പിത എങ്ങനെയാണ് തൻ്റെ ശുശ്രൂഷ രംഗത്തേക്ക് ഇറങ്ങണ്ടേ എന്നാണ് നമുക്ക് അവർ പറഞ്ഞു തന്നത്. അപ്പോൾ ഇത്രയും സമയം സ്നേഹമുള്ള 3 സിസ്റ്റേഴ്സിൻ്റെ ഒപ്പം ആയിരിക്കാനായിട്ട് സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അവരെ കേൾക്കാനും എങ്ങനെയാണ് നമ്മൾ ഭാവി തലമുറ ഇനി ഈ സന്യാസ ജീവിതം ജീവിക്കേണ്ടതെന്ന് കേൾക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഇത്ര സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് 3 സിസ്റ്റേഴ്സിനും നന്ദി പറയുന്നു. അതിലുപരിയായിട്ട് ഈ സന്യാസ ജീവിതത്തിൻ്റെ സുവർണ ജൂബിലി നിങ്ങൾ ആഘോഷിക്കുമ്പോൾ എല്ലാവരുടെയും പേരിൽ നിങ്ങൾക്ക് ഒത്തിരി ആശംസകൾ നേരുകയാണ്. അതുപോലെ തന്നെ ഇനിയും തുടർന്ന് ഒരുപാട് കാലം ഈശോയെ ശുശ്രൂഷിക്കാൻ, ആ വലിയ സ്നേഹത്തിൻ്റെ ധീരസാക്ഷികളാകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞങ്ങളെല്ലാവരും ആശംസിക്കുന്നു. സ്നേഹമാണ് എൻ്റെ ദൈവവിളി എന്ന് പറഞ്ഞ നമ്മുടെ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേസ്യയെ പോലെ, സ്നേഹിക്കുകയാണ് നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞ നമ്മുടെ സ്ഥാപക പിതാവിനെ പോലെ ഇനിയും സന്യാസം മഹത്വമുള്ളതായി തീരട്ടെ. പ്രത്യേകിച്ച് വെല്ലുവിളികൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ഇനിയും സന്യാസ ജീവിതത്തിന് അർത്ഥവും ആഴവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.